ചത്തൂടെ നിനക്കൊക്കെ പകരം ഒരു വാഴ വച്ചെങ്കിൽ അതിപ്പോ കൊലച്ചേനെ കാപ്പഴുത്തേനെ. ഉയരും ഇവിടെ വിടർന്നൊരു ജീവിത നാടകം ജനനം തൊട്ടു തുടങ്ങും നാടക മണിമുടി ഉയർന്നു ഉണർന്നു. ലാമ്പ് ഓ കത്തുന്നില്ലല്ലോ ലാമ്പ്. ഈ കവലമ്മേ ഈ കാലമാണത്തെ കാത്തോണേ, കാലേ വാരി നിലത്തടിക്കണേ. വഴി കാണുന്ന എല്ലാ വയ്യാവലികളും എന്റെ തലയിൽ വന്ന് കയറണേ. കാണുന്ന ആൾക്കാരെല്ലാം എന്നെ കണ്ട് കാർപ്പിച്ചു തുപ്പണേ. ഒരു വെള്ളിടി വെട്ടി ഞാനങ്ങ് നിപ്പി തീരണേ. ഞാനൊരു തമാശ പറഞ്ഞപ്പോ സീരിയസ് അറിയോ? എന്റെ ദൈവമേ, ഈ തറവാട്ടില് ബാലാമണി എന്തെല്ലാം ജോലികളാ ചെയ്യണ്ടേ. ഒരു ഊട്ടം മറന്നു. അത്താഴി ഭക്ഷണിക്കാരുണ്ടോ? അത്താഴി ഭക്ഷണിക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ നിക്കണേ? പൊയ്ക്കൂടെ? നാശങ്ങള് വെറുതെ വിളിയൊക്കെ നിക്കോ? ആ പണ്ടൊക്കെ എന്ത് നല്ല തറവാടായിരുന്നു. 4 കെട്ടും 8 കെട്ടും അംഗം കെട്ടും. ഇപ്പൊ തറവാട് ക്ഷയിച്ച് കവക്കെട്ട് നീർക്കെട്ട് മാത്രമായി ബാക്കി. ഇത് ബാലാമണി, അമ്പലപ്പാട്ട് തറവാട്ടിലെ വേലക്കാരി. ഓർമ്മയില്ലേ നിങ്ങൾക്ക് ഈ ബാലാമണി? എന്തിനാ മുതലാളി ഇങ്ങനെ തൊണ്ടക്കേറി വിളിക്കുന്നത്? നിങ്ങൾക്കല്പം എന്റെ കർണകുടം പൊട്ടിപ്പോയല്ലോ. ബാലാമണി, എനിക്ക് വല്ലാത്ത ദാഹം. കുടിക്കാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുക്ക്. കഞ്ഞിവെള്ളം? 10 ദിവസം ഇവിടെ കഞ്ഞി വെച്ചിട്ട്. അപ്പുറത്തെ വീട്ടിൽ പോയി മുണ്ടി മുക്കാനാന്ന് പറഞ്ഞിട്ട് കഞ്ഞിവെള്ളം മേടിച്ചോണ്ട് വാ. ആ പേരും പറഞ്ഞ കഴിഞ്ഞ 7 പ്രാവശ്യം പോയി ഞാൻ കഞ്ഞിവെള്ളം വാങ്ങി കുടിച്ചത്. ഈശ്വര, അപ്പൊ ആ പ്രതീക്ഷയും പോയി. ഇന്ന് രാഘവന്റെ കൂടെ കല്യാണമല്ലേ? അതിന് വിളിച്ചില്ലല്ലോ. ആര് പറഞ്ഞു? ഇന്നലെ കല്യാണക്കുറിയുമായി വരുന്നത് ഞാൻ കണ്ടതല്ലേ. നിങ്ങളാ പരിസരത്തെങ്ങ് കണ്ടുപോരുന്നെന്ന് പറയാനാ വന്നത്. വിളിച്ചില്ലേലും പോകണം, അതാ നമ്മുടെ ഒരു മര്യാദ. എങ്കിൽ ഞാൻ പോയി 1 കിലോ ചോറിനിട്ട് വരാം. വിളിക്കാത്ത കല്യാണത്തിന് പോകുന്നല്ലേ? നിൽക്കണി അവിടെ. എന്താ ഈ കലം നിറയെ ചോറുമായേ ഈ പടി കയറാവൂ. ഈ സന്ധ്യാസമയത്ത് ഒന്നും ദാരിദ്ര്യം പറയാതെ മുതലാളി. ഡേ ഉണ്ണിയമ്മ നാമജപത്തിനായി വരുന്ന സമയമായി. പറഞ്ഞു തീർന്നില്ല. ഡേ ഉണ്ണിയമ്മ വരുന്നു. നീ ആരെയും തൂക്കിയിട്ടിരിക്കുന്ന പോസ്റ്റ് ഓഫീസിൽ എടുക്ക്. എനിക്ക് കൊട വരെ ഒന്ന് പോകണം. അല്ല, ആ കൊടയിൽ എടുക്ക്. എനിക്ക് പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോകണം. പോസ്റ്റ് ഓഫീസിൽ വരുന്ന വഴി ആ ജാതകം കണിയാനെ ഒന്ന് കാണണം. അതെന്തിനാ മുതലാളി? ഇവൾക്ക് എന്തോ ബാധ കൂടിയിട്ടുണ്ട്. ഇവർ രാത്രിയിൽ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. അതിന് ഇവൾക്കൊരു ചരടി ജപിച്ചു കൊടുക്കണം. എങ്കിൽ മുതലാളി അങ്ങേ വീട്ടിലെ സുധാകരനെ കൂടി ഒരു ചരടി ജപിച്ചുകൊണ്ട് വരണം. അതെന്തിനാ? ഉണ്ണിയമ്മ രാത്രിയിൽ എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ സുധാകരൻ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരും. ബാലാമണിയെ കാലിപ്പട്ടുള്ള കുഴമ്പ് കണ്ടോ നീ? എന്ത് പറ്റി ഉണ്ണിയമ്മയുടെ കാലിന്? എന്തോന്ന് കൊണ്ടതാ? അപ്പൊ മറ്റേ കാലിലോ? കൊണ്ടതെന്തെന്നറിയാൻ ഒന്നുകൂടി ചവിട്ടി നോക്കിയതാ. ബാലാമണി, നാളെ അമേരിക്കക്കാവിൽ നിന്നും എന്റെ മകൻ മനു വരുന്ന ദിവസമാ. രാവിലത്തേക്കുള്ള കടല നനച്ചോ നീ? കടലൊക്കെ നനയ്ക്കുമോ? കടലല്ല, കടലണോ? നമ്മൾ പൊട്ടിന്റെ കൂടെ കഴിക്കുന്ന ആട്ടുംകാട്ട പോലുള്ള കറുത്ത സാധനം. നേരം വെളുത്തപ്പോ തുടങ്ങിയതാ അമ്പലപ്പാട്ട് തറവാട്ടിലെ ഈ ജോലി. മേലാസാലം പൊടിയും ചെളിയുമായി. ഇനി തറവാട്ട് പുറത്തിൽ പോയി ഒന്ന് വിസ്തരിച്ച് കുളിക്കണം. നിക്ക്, എങ്കിൽ ഞാനും വരുന്നു. നിൽക്ക്, നിങ്ങൾ എങ്ങോട്ട് പോന്നോ? എനിക്ക് തറവാട്ട് പുറത്തിൽ പോയി വിസ്തരിച്ചൊന്ന് ചൂണ്ടയിടണം. എനിക്ക് നിങ്ങളോട് ഒരു കൂട്ടം പറയാനുണ്ട്. കുളിമുറി സ്ഥാപിച്ചിരിക്കുന്ന നമ്മുടെ കറണ്ടിന്റെ മീറ്റർ ബോർഡ് അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണം. ഞാൻ കുളിച്ചുകൊണ്ട് നിന്നപ്പോ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്നും ഒരു ചെറുക്കൻ വന്നിരുന്നു മീറ്റർ റീഡിംഗ് എഴുതിയെടുക്കാൻ. എന്നിട്ട് മീറ്റർ റീഡിംഗ് എഴുതിയെടുത്തു. റീഡിംഗ് എഴുതിയെടുത്തു. കുളിച്ചു തരുന്നപ്പോ അവ എന്നോട് വന്ന് പറയുക, ഇത്രയും വലിയ
വലിയ റീഡിങ് ഈ പഞ്ചായത്തിൽ അവൻ കണ്ടിട്ടേ ഇല്ലെന്ന്. പീതാംബരേട്ടാ, ഇന്നലെ ഞാൻ ചേട്ടന്റെ വീട്ടിൽ പോയിരുന്നു. എന്നിട്ട് നിങ്ങളുടെ അച്ഛന്റെ ഇരിപ്പ് കണ്ടപ്പോ ഞാൻ സകല ദൈവത്തെ പിടിച്ച് ഉറക്കെ പ്രാർത്ഥിച്ചു, ഒരച്ഛനും ഈ ഗതി വരുത്തരുതേ എന്ന്. അത്രയ്ക്ക് ഇഷ്ടമാണോ നിനക്ക് എന്റെ അച്ഛനെ? അതുകൊണ്ടൊന്നുമല്ല, നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് പറയണം വീടിന്റെ തിരുമുറ്റത്ത് ഇങ്ങനെ ഒറ്റമുട്ട് കൊടുത്തോണ്ട് ഇരിക്കരുതെന്ന്. പെണ്ണുങ്ങൾക്ക് അതുവഴി നടന്നു പോണ്ടേ. ഇന്ന് തൃക്കാർത്തികയാണ്. ഈ മതിന്റെ മുകളിലൊക്കെ വിളക്കെത്തിച്ചു വെക്കുന്ന ദിവസം. ഏതായാലും മരുപ്പേങ്ങി എത്തും. സമയമേറെയായി, വല്ലാതെ വിശക്കുന്നു. അയില് വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കൊടമ്പുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. മണിപ്പുഴ ഷാപ്പില്. നിങ്ങൾ കൈ കഴുകിട്ട് വാ, നമുക്ക് അകത്ത് പോയി ഒരുമിച്ച് പട്ടിണി കിടക്കാം. ദൈവമേ, ഞാനിവിടെ ഒറ്റയ്ക്കുള്ളപ്പോ ആരാ വന്ന കഥയിന് മുട്ടുന്നത്? ആരുമില്ല ഇവിടെ. ആരായാലും എന്താ, കേറി പോരെ. മനസ്സിലായോ? മനസ്സിലായി. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ എന്നെ മനസ്സിലായില്ലേ? എങ്കിൽ പറ, ഞാൻ ആരാ? അമ്മിക്കല്ലി കൊത്താമെന്ന് അണ്ണാച്ചിയല്ലേ? അമ്മിക്കല്ലി കൊത്താമെന്ന് അണ്ണാച്ചിന്റെ അച്ഛൻ. അമ്മ പറഞ്ഞതിനേക്കാൾ സുന്ദരിയായി. ഹായ് മനുവേട്ടൻ, ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു മുൻപ്. എന്നെ എവിടെ വെച്ച്? സ്വപ്നത്തിൽ. വാട്ട് എ ഫൂളിഷ്നെസ് ഈസ് ദിസ്. ഞാനും കണ്ടിട്ടുണ്ട് നിന്നെ. സ്വപ്നത്തിലോ? അല്ല, ബ്ലൂടൂത്തിൽ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സത്യമായിട്ട് ഞാൻ കണ്ടതാ. തലവെട്ടിക്കയറ്റൊന്നുമല്ല, നല്ല ഒറിജിനൽ. ബാല 143. ബാല, ഞാനൊരു കുസൃതി ചോദ്യം ചോദിച്ചോട്ടെ? എന്താ? ഒരു പശു 10 മണിക്ക് പുല്ല് തിന്നുന്നു, മറ്റൊരു പശു 11 മണിക്ക് പുല്ല് തിന്നുന്നു. എങ്കിൽ ഏത് പശുവാണ് മുന്നേ ചാണകം ഇടുന്നത്? 10 മണിക്ക് തിന്നാലും 11 മണിക്ക് തിന്നാലും ഒരു പശുവും മുന്നിൽ ചാണകം ഇടില്ല, പിറകിൽ മാത്രമേ ചാണകം ഇടൂ. ഇടുക്കി, ഞാൻ തോറ്റു. ബാല 143. എനിക്കറിയാം, ഈ 143 I love you എന്നല്ലേ? അല്ല, 143. ഒരു 141 രൂപ തരണം, ഞാൻ വന്ന് ആട്ടോയ്ക്ക് കൊടുക്കാനാ. അത് തരാം, പക്ഷെ മനുവേട്ടൻ എങ്ങനെ ഇവിടെ എത്തി? ഈ നാട്ടുംപുറത്തെ പെണ്ണുങ്ങളുടെ ഒരു കാര്യം ബാല നീ എടുത്തു. വേണ്ട മനുവേട്ട, ബാലവേല സർക്കാർ നിരോധിച്ചിരിക്കുക. ഒരു കുഴപ്പവുമില്ല. ഇന്ന് രാത്രി ഓട് വിളിച്ച് ഞാൻ നിന്റെ റൂമിൽ വരും. വേണ്ട മനുവേട്ട, ഞാൻ കഥക് തുറന്നിടാം. വേണ്ട, പഴമക്കാരുണ്ടാക്കി വെച്ച ആചാരങ്ങൾ നാമായിട്ട് എന്തിനാ തെറ്റിക്കുന്നത്? ഐ ആം മാൻ ഓഫ് ദി സീരിയസ്. നിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നിന്റെ ഈ മനുവേറ്റൻ മാത്രമായിരിക്കും. എന്താ അവിടെ ഒരു ബഹളം? മനു, അമ്മയ്ക്കുള്ള കുഴമ്പ് കൊണ്ടുവന്നോ നീ? അമ്മയ്ക്ക് ഇത് എന്തിന്റെ കുഴമ്പ്? ഒട്ടും ചുക്കാതി, കാലുവേദനയ്ക്ക് നല്ലതാ. തലയെ പുരട്ടിയ ദഹനക്കേട് മാറും. ഒക്കെ ശരിയാക്കാം. ഇനി 1 മാസം ഞാൻ ഇവിടെ തന്നെ ഇല്ലേ? ഇനി ഞാൻ നിന്നെ എങ്ങോട്ടും വിടില്ല. ജർമ്മൻ, ജപ്പാൻ, ജെറ്റ്ലി. ജെറ്റ്ലിയോ? അല്ല, ഇറ്റലി. ഇവിടെയെല്ലാം പോയി എനിക്ക് വീണ്ടും പഠിക്കണം. പഠിക്കാം, എല്ലായിടത്തും പോയി പഠിക്കാം. അതിനു മുമ്പ് നീ ആ SSLC എന്നെ എടുത്തെടുക്കാൻ നോക്ക്. അതൊക്കെ പോട്ടെ, ബാലയെ കണ്ടോ നീ? ബാലയെ കണ്ടില്ല. വരുന്ന വഴിക്ക് ഒരു നാടകം കണ്ടു. ഇന്ന് വന്നേ കുട്ടി, ഞാൻ ഈ ബാലാമണിയുടെ കാര്യ പറഞ്ഞ്. സാധു ലേഡിയാ. സാധു വീഡിയോ? അല്ല, ഇവിടെ പാവാടാ. പാവാടേ? അതല്ല, ഇവിടെ പാവമാണ്. എനിക്കൊരു സഹായത്തിന് ഈ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കൊരു കൂട്ടം നിന്നോട് പറയാനുണ്ട്. പട്ടാമ്പിലുള്ള ശ്രീധരൻ മേനോന്റെയും ലക്ഷ്മിഭായി തമ്പുരാട്ടിയുടെ മൂത്ത മകൾ ഹസീന ബിഗോമായി നിന്റെ കല്യാണം ഞാൻ ഉറപ്പിച്ചു. അവിടെ ഫോട്ടോ കാണ്ടേ നിനക്ക്? വരൂ കുട്ടിയെ. എന്തിനായിരുന്നു ഈ പാവം പൊട്ടി പെണ്ണിനെ സ്വപ്നം കാണിച്ചത്? എന്റെ കണ്ണീര് കാണാനോ? എന്നെ കറണ്ട് പോകുമ്പോ കേടാണ്ട് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചത് ഇതിനായിരുന്നു. ഇനി ഞാൻ ഈ വിളക്ക് കത്തിക്കില്ല. ആരാ? ആരാണെന്ന് പറയാവോ? പത്രക്കാരൻ ബാബു? അല്ല. ബസ് കണ്ടക്ടർ വിനയൻ? അല്ല. ഒരു ക്ലൂ തരാമോ? ആദ്യത്തെ അക്ഷരം ഉ, അവസാനത്തെ അക്ഷരം ഇ. ഉലകണ്ണൻ. ഉലകണ്ണൻ നിന്റെ അപ്പൻ. എടീത് ഞാനാ, നിന്റെ ഉണ്ണിയേട്ടൻ. അതായത് വേണുവേട്ടൻ.
അടിച്ചു കളിക്കാരൻ ജാനുവിന്റെ ഒരേ ഒരു മകൻ വേണു. വേണുവേട്ടൻ ഇത്രയും കാലം എവിടെയായിരുന്നു? ബോംബെ അധോലോകങ്ങളിൽ കഞ്ചാവിറ്റും ചരസുവിറ്റും കള്ളക്കടത്തിലൂടെ കോടീശ്വരനായി മാറിയ ബോംബെ അധോലോക ചക്രവർത്തി മെഡിസിൻ ചാറ്റർജിയുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ചെറിയ ഒരു ചായപ്പിലായിരുന്നു എന്റെ താമസം. ഭയങ്കര കൊതുകാന്നേ. എന്നെ പറ്റിക്കരുത്. പണ്ട് എന്റെ അച്ഛൻ എന്നെ പാലൂട്ടി തേനൂട്ടിയാണ് വളർത്തിയത്. പാലൂട്ടി തേനൂട്ടി? നീ ഈ പറഞ്ഞ ഊട്ടിനും കൊടൈക്കനാലും ഒക്കെ ഞാൻ വലിയ വലിയ ബിസിനസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്ത് ബിസിനസ്? വേണുവേട്ടന്റെ അമ്മ. നിനക്കറിയോ, അതികഠിനമായ തണുപ്പുള്ള വേനൽ സമയത്ത് കോരിച്ചെറിയുന്ന ചാട്ടൽ മഴയത്ത് കയ്യിലൊരു പുഴയും എടുത്ത് തോർത്തിൽ കുളിക്കാൻ പോയ എന്റെ അമ്മ പിന്നെ തിരിച്ചു വന്നില്ല. അമ്മേ, എന്നിട്ട് ആ അമ്മ എവിടെ പോയി? ആ കെട്ട കളവി ആരുടെ കൂടെ ഒളിച്ചോടി പോയി. എന്നെ അങ്ങനെ വിളിക്കരുത്. പണ്ട് പച്ചോളം തണ്ട് വെട്ടി പുല്ലാങ്കുള്ളുണ്ടാക്കി ഊതുമ്പോൾ നിങ്ങൾക്ക് എന്റെ പുച്ഛമായിരുന്നു. ആ പുല്ലാങ്കുള്ളുമായി ഞാൻ ബോംബെയിലേക്ക് വണ്ടി കയറി ബോംബെയിലെ തെരുവീതികളിൽ ഊതി നടന്നു. സമ്പന്നനായി. ബോംബെയിലെ മാർവാടികൾ എനിക്കൊരു ഓമന പേരിട്ടു. എന്ത്? ഫ്രൂട്ട് വേണം. എന്റെ പുല്ലാങ്കുഴലിലൂടെ അന്ന് ഞാൻ പാടിയ പാട്ട് ഒന്നുകൂടി പാടാം. അരുത്. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ വീടിന്റെ ഉമ്മറത്തിന്റെ തെറിപ്പാട്ട് പാടരുതെന്ന്. തെറിപ്പാട്ടല്ല, തമിഴ് പാട്ടാ. ബാലമണി, ഈ അമ്പലപ്പാട്ട് തറവാട്ടിലെ വേലക്കാരിയെ ഞാൻ സ്വന്തമാക്കിക്കോട്ടെ. എനിക്കും ഒരുപാട് ഇഷ്ടമായി. മിടികളിൽ നാണം മൊഴികളിൽ നാണം ഇതാകവേ നാണം അടനടയിലും നാണം നിലയിലും നാണം ഇതടിമൊഴിയൊരു നാണം. ഒരു നാടൻ പെൺകുട്ടിയാണെന്ന് ഞാൻ കരുതിയ നീ ഞാൻ അരോ, ഈ അടിച്ചു തളിക്കാരുടെ മുന്നിൽ നിനക്കെന്താ കാര്യം? ഏട്ടനെന്താ കാര്യം? ഈ വരുന്ന 17-ാം തീയതി ഞാനിവിടെ താലിയിൽ കഴിച്ചു പറ്റും. ഏട്ടാരുത്. ഒരേ സമയം എന്നെയും ഏട്ടനെയും കളിപ്പിക്കുവാനുള്ള പരിപാടിയായിരുന്നു ഇവൾക്ക്. മനുവേട്ട ആരുത്. എന്നെ അവിശ്വസിക്കരുത്. ഈ പാവം എങ്ങനെയെങ്കിലും പിഴച്ചു പെറ്റോട്ടെ. അല്ല, പിഴച്ചോട്ടെ. ഇതിൽ കൂടുതൽ നീ എന്ത് വിലക്കാനാ? കടക്കടി പുറത്ത്. അമ്പലപ്പാട്ട് തറവാട്ടിൽ നിനക്ക് ഇനി സ്ഥാനമില്ല. കടക്കടി പുറത്ത്. നമ്മുടെ തറവാടിന് ചേർന്ന പെണ്ണല്ല ഇവള്. അതുകൊണ്ട് ഈ നിമിഷം ഇവളെ ഇവിടെ ഒന്ന് പറഞ്ഞു വിടണം. കുലമകമ പറയാൻ എന്ത് യോഗ്യതയാണ് നിനക്കൊക്കെ ഉള്ളത്? വേണ്ട. നിനക്കറിയോ നീ നിന്റെ അനിയനുമൊക്കെ എങ്ങനെയാ ഉണ്ടായതെന്ന്? പണ്ട് നിന്റെ ഈ അമ്മ തൃശൂർ പൂരം കാണാൻ പോയി. അന്നത്തെ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായതാ നീ. അത് കഴിഞ്ഞ് പിന്നീട് ഒരിക്കൽ കൂടി നിന്റെ അമ്മ തൃശൂർ പൂരം കാണാൻ പോയി. അന്നത്തെ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായതാ നിന്റെ അനുജൻ. അമ്പലപ്പാട്ട് തറവാട്ടിലെ വേലക്കാരിയുടെ മുന്നിൽ മാനം തകർന്നു പോയി നമുക്കിനി ജീവിച്ചിരിക്കണ്ട. നമുക്ക് ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാം. നീ വേണുവിനെയും കെട്ടി സുഖമായി ജീവിക്കുക. സുഖമായി. വേണ്ട, എനിക്കിനി ഈ ജീവിതത്തിൽ കല്യാണമേ വേണ്ട. പിന്നെ നീ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ തൃശ്ശൂർ പൂരം കാണാൻ പോവാ.